പോവാണ്. എങ്ങോട്ടാ വിളിച്ചു നമ്മള് പോകുന്നത്? നമ്മുടെ ഏട്ടന്റെ മകളുടെ വീട്ടിൽ കൂടുതലാണ്. ചായയും പഴംപൊരിയും കൊടുക്കും. ഒരുപാട് ചായയും പഴംപൊരിയുള്ള പ്രതീക്ഷകൾ ഞങ്ങൾ പോകുന്നത്. അതിനുശേഷം നമ്മള് പിന്നെ നല്ല ചിക്കൻ 65 ഞങ്ങൾ അഖിലേഷിന്റെ വീട്ടിലേക്ക് ഇറങ്ങാം. ഹലോ എവ്രിവൺ. അപ്പോൾ ഇന്നത്തെ വിശേഷം വേറെ ഒന്നുമല്ല, ഇളയച്ചൻ പറഞ്ഞ പോലെ ഇന്ന് എൻ്റെ വല്യച്ഛൻ്റെ മോളുടെ വീട് കൂടുതലാണ്. അപ്പം ഞങ്ങളെല്ലാവരും അങ്ങോട്ട് വിട്ടു. ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും അച്ഛമ്മയും ഇളയച്ചൻ ആൻഡ് ഫാമിലി. നല്ല മഴയായിരുന്നു ആക്ച്വലി അന്നത്തെ ദിവസം. അങ്ങനെ പോകുന്ന വഴി ഒരു ഗസ്റ്റിനെയൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പോയത്. ദാ ഈ കാണുന്നതാണ് നമ്മളെ ഗസ്റ്റ്. അങ്ങനെ അവരെ കുറച്ചു നേരം കണ്ടു നിന്ന് ഞങ്ങൾ അവർക്ക് ടാറ്റ ബൈ പറഞ്ഞു അവിടെ നിന്ന് വിട്ടു. ഫൈനലി ഞങ്ങൾ ചേച്ചീൻ്റെ വീട്ടിലെത്തി. ഇതാണ് ചേച്ചീൻ്റെ ഫാമിലി. അന്ന് തന്നെ നല്ല ഉഗ്രൻ മഴയും കാറ്റും എല്ലാം ഉണ്ടായിരുന്നു. ഇനി ഞങ്ങൾക്ക് അഖിലേച്ചിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. എന്തെല്ലാണ് വിശേഷം? കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഓക്കെ, ഇനി ഞങ്ങൾക്ക് വീടിൻ്റെ ഉള്ളിലുള്ള ഇന്റീരിയർ ഡിസൈൻസും ബാക്കിയുള്ള റൂമും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വല്യച്ഛൻ്റെ ഇളയ മോള്. സോ ഞാൻ ചേച്ചീനെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹായ് ശൈലു, മോളെ വീടൊക്കെ ഫുള്ള് പണിയല്ലേ മോളെ വീട്ടില്? ഇത് അഖിലേച്ചിന്റെ അമ്മ, എന്റെ വല്യമ്മ. ഇത് എന്റെ അമ്മായി, രതിയമ്മായി. എന്നെ പോലെയുള്ള അമ്മായി. എന്നെ പോലെയുള്ള അമ്മായി. ചേച്ചിന്റെ അമ്മായിയമ്മ, ലിജിഷേട്ടന്റെ അമ്മ. ഓക്കെ. സോ കിച്ചൺ കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളതാണ് വർക്ക് ഏരിയ. ഇതാണ് വർക്ക് ഏരിയ, നല്ല വിശാലമായ വർക്ക് ഏരിയ. സോ ഇവിടെ ഞങ്ങൾക്ക് ആലുവ അടുപ്പുണ്ട്. സോ വുഡ് ഫയർ കുക്കിംഗ് ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. ആൻഡ് ദെൻ ഈ കാണുന്നതാണ് വീടിൻ്റെ ബാക്ക് സൈഡ്. സോ വീടിൻ്റെ ബാക്ക് സൈഡിൽ നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് ഇവിടെ. ഈ കാണുന്നതാണ്. ബിക്കോസ് നല്ലോണം മഴ പെയ്താൽ ഇവിടുത്തെ ഈ സിമെൻ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല, ഫുൾ വെള്ളമായിരിക്കും. ആൻഡ് ദെൻ ഇത് നേരെ ഒലിച്ചു പോകുന്നത് താഴെയുള്ള ഒരു പുഴയിലോട്ടാണ്. മഴക്കാലത്ത് നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് എൻ്റെ അച്ഛൻ്റെ അനിയൻ നാരായണൻ പപ്പ. പപ്പനെ കാണാൻ ഹാപ്പി മാനിനെ പോലെയല്ലേ കുറച്ച്? അപ്പൊ ഒന്ന് ചിരിച്ചേ, ചിരിക്കേ. എന്റെ അമ്മായി കാണാൻ ഭയങ്കര സ്നേഹം എന്നോട്. ഇതൊരു സെപ്പറേറ്റ് നല്ല സെറ്റപ്പ് വെച്ചിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്നെ കാണിക്കട്ടെ. വാസുവിന്റെ വീട്ടിൽ എന്റെ അടുത്ത വ്ളോഗ് വരാൻ പോകുന്നേ ഉള്ളൂ. ആൻഡ് ദെൻ ഇതാണ് എൻ്റെ വല്യച്ഛൻ അപ്പു വല്യച്ഛൻ. അപ്പുലിച്ചൻ കൊടുത്ത ഗിഫ്റ്റ് ആണ് ടിവി. ഇതാണ് എന്റെ. ഇതാണ് റൂം. ഒരു ബാത്ത് അറ്റാച്ച് ഉണ്ട്. ഹലോ. അപ്പൊ എല്ലാവർക്കും സുഖല്ലേ? ചായ കുടിച്ചല്ലോ ഇല്ലേ? എത്രയും കുടിച്ച് കയറുന്ന കണ്ടല്ലോ ഞാൻ. അപ്പൊ എല്ലാരും എനിക്കൊരു യോ പറയോ? റെഡി, 1 2 3 സ്റ്റാർട്ട്. ഇല്ല ഞാൻ പറയട്ടെ, ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഇതെന്റെ അമ്മായിന്റെ മോളാണ് ശരണ്യ. ഇനി തള്ളിക്കോ. ഇത്രയും നല്ല ഒരു ഏഴത്തിയമ്മ എനിക്ക് കിട്ടിയതിൽ ഞാൻ പുണ്യം ചെയ്യാം. ഇതിനെ പോലത്തെ ഒരു ഏഴത്തിയമ്മ, അമ്മേനെ പോലത്തെ ഏഴത്തിയമ്മ ആണോ? ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയും നല്ല ഒരു അനിയത്തി ഇവിടെ പറയാനല്ലേ പറഞ്ഞു, ഇവിടെ പറയാനോ പാവുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ. ഓക്കെ. കിണറുണ്ട്. ഓക്കെ,
പഴംപൊരിന്റെ ബജ്ജിയൊക്കെ ഇവിടെ ചുറ്റുകൊണ്ടിരിക്കുന്നു. കിട്ടി. എവിടെ പോയാലും ഈ ഒരു മനസ്സ് ചേട്ടാ വെള്ളപ്പം റെഡിയാണോ? ചൂട് ചൂട് വെള്ളപ്പാ. മഴയില്ലേ? മഴയില്ല. വയസ്സാകാലത്ത് ആഗ്രഹങ്ങൾ കണ്ടില്ലേ? മഴ ആസ്വദിക്കാൻ പഠിക്കോ? Hey,
വീട് കൂടുതലും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. അശേട്ടാ ഞങ്ങള് വിടല്ലേ, ഇറങ്ങല്ലേ? എങ്ങനെയുണ്ടായിരുന്നു വീട് കൂടല്? അടിപൊളിയായിരുന്നോ? തകർത്ത് എങ്ങനെയുണ്ടായിരുന്നു വീട് കൂടൽ? സൂപ്പർ ആയിരുന്നോ? അടിപൊളിയായിരുന്നോ? ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ ഇഷ്ടപ്പെട്ടെ? അതിലൂടെ ബിരിയാണി ഉണ്ടായിരുന്നല്ലോ. ഓക്കെ അത് ഇഷ്ടപ്പെട്ടോ? ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു വീട് കൂടൽ? അടിപൊളിയായിരുന്നു. ഭക്ഷണം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ എല്ലാത്തിനും സൂപ്പർ. ഓക്കെ ഞങ്ങൾ ഇറങ്ങാണ്. എങ്ങനെയായിരുന്നു വീട് കൂടൽ? എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ അടിപൊളിയായിരുന്നോ? ഭക്ഷണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഓ സൂപ്പർ, അടീന്റെ പൊളിയായിരുന്നു. ഓക്കെ അപ്പൊ ഞങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയാണ്. ഇനി എപ്പോഴും ഞങ്ങൾ കാണുന്നറിയില്ല. കസിൻസ് ആഫ്റ്റർ എ ലോങ് ടൈം ആണ്. ഇതെന്റെ ചേച്ചിയാണ് കേട്ടോ. ഓക്കെ അപ്പൊ ഗൈസ് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ്. ഇനി ഞങ്ങൾക്ക് അഖിലേച്ചിനെയും കൂടി കണ്ടിട്ട് ഇവിടെ പറയാം. വീട് കൂടുതൽ എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? അച്ഛമ്മക്ക് സന്തോഷായോ? എന്താണ് ലോസഞ്ചറോ? അച്ഛമ്മക്ക് ഇഷ്ടപ്പെട്ട വീട്? ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചോ? എന്താ കഴിച്ചേ? ചോറും കറിയും എല്ലാം കഴിച്ചു. ആണോ? ഓക്കെ അപ്പൊ ശരി അന്ന് ടാറ്റ ബായ് പറയാ അച്ഛമ്മ. ടാറ്റ ബായ്. അപ്പൊ ഞങ്ങൾ ഇറങ്ങാൻ പോവാണ്. ഞങ്ങളെ കൂടുതൽ പരിപാടി കഴിഞ്ഞ് എല്ലാം അടിച്ച് പൊളിച്ച് ഭക്ഷണമായിരുന്നു. ഭക്ഷണം സൂപ്പർ ആയിരുന്നു. കഴിച്ചില്ലേ? വയറ് നിറച്ച് കഴിച്ചില്ലേ? ഞാനും കഴിച്ചു. അപ്പൊ ടാറ്റ ബായ് പറയാലോ. ബൈ
വീട് കൂടുതൽ അടിപൊളിയായിരുന്നു, ഭക്ഷണം കിടിലനായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ വീട് കൂടലും പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരോടും വിട പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സോ ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അത്യാവശ്യം നല്ല മഴയായിരുന്നു, മഴയ്ക്കൊന്നും ഒരു കുറവുമില്ലായിരുന്നു. ആൻഡ് ദെൻ ഓൾമോസ്റ്റ് ഒരു 10-10:30 ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ കണ്ട അതേ ആൾക്കാർ നടു റോട്ടിൽ വെച്ച് കണ്ടു. വേറെ ആരുമല്ല, ഇവരാണ് അവർ. സോ വീട് കൂടുതൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം വീട് ക്ലീൻ ആക്കി ഫൈനൽ ലുക്കപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. സോ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങളായി വേറെ വീഡിയോയിൽ കാണുന്നവരെ ടാറ്റ ബൈ.